MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോദ് ഭാസ്കരൻ അന്തരിച്ചു. രക്തദാനം നടത്തുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോദ് ഭാസ്കരൻ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. KSRTC ചങ്ങനാശ്ശേരി ഡിപ്പോയിലെ ബസ് കണ്ടക്ടറായ വിനോദ് ഭാസ്കരന്റെ ആശയമാണ് ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന സൌജന്യ രക്തദാന സേനയ്ക്ക് തുടക്കമിട്ടത്. കരൾ രോഗത്തിന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം പിന്നീട് നടത്തും. ചങ്ങനാശ്ശേരി പുഴവാത് മന്ദാരമംഗലം വീട്ടിൽ ഭാസ്കരൻ ഗോമതിയമ്മ ദമ്പതികളുടെ മകനാണ്. ഭാര്യ ഉഷ, മക്കൾ അനഘ, ആദിത്യൻ, ആദർശ്, സഹോദരങ്ങൾ മനോജ്, സിനോജ്, ജിനോഷ്. വീണ്ടും തരംഗമായി സൌബിന്റെ ഡാൻസ്. കൈയടിച്ച് ലോകേഷ് കനകരാജ്. ബ്ലാക്ക് ഷീപ്പ് സിനി അവാർഡ്സ് 2025 വേദിയിലെ സൌബിൻ ഷാഹിറിന്റെ ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടുന്നു. രജനീകാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ മോനിക്ക ഗാനത്തിനാണ് സൌബിൻ ചുവടുവച്ചത്. മഞ്ഞക്കുർത്ത ധരിച്ചാണ് സൌബിൻ ഡാൻസ് ചെയ്യുന്നത്. ലോകേഷ് സദസ്സിലിരുന്ന് ഡാൻസ് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം. വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. കൂലിയിലെ മോനിക്ക ഗാനം റിലീസായതു മുതൽ സൌബിൻ ഷാഹിറിന്റെ പ്രകടനം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പാട്ടിന്റെ ഹുക്ക് ലൈനിൽ അനായാസമായി ചുവടുവയ്ക്കുന്ന സൌബിൻ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ കയ്യടി നേടി. 2 ദിവസത്തിനുള്ളിൽ 11 കോടി കാഴ്ചക്കാർ പിന്നിട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നിറയെ സൌബിനുള്ള അഭിനന്ദന പ്രവാഹമാണ്. കൊച്ചിയിൽ വീണ്ടും ലഹരി വേട്ട. പിടിച്ചെടുത്തത് MDMAയും എക്സ്റ്റസി ഗുളികകളും. യുവതിയടക്കം 4 പേർ പിടിയിൽ. നഗരത്തിൽ വീണ്ടും വൻ ലഹരി വേട്ട. വലിയ അളവിലുള്ള രാസലഹരിയുമായി കോഴിക്കോട്, മലപ്പുറം സ്വദേശികളായ യുവതിയും 3 യുവാക്കളുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. കൊച്ചി നഗരത്തിൽ സംശയമുള്ളവരുടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന രഹസ്യ പരിശോധനയുടെ ഭാഗമായാണ് ഇവരുടെ ഫ്ളാറ്റും പരിശോധിച്ചത്. മലപ്പുറം സ്വദേശി ഫിജാസ് മുഹമ്മദ്, പെരിന്തൽമണ്ണ സ്വദേശി ഷാമിൽ, കോഴിക്കോട് സ്വദേശികളായ CP അബു ഷാമിൽ, ദിയ SK എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. വൈറ്റിലയ്ക്കും കടവന്ത്രയ്ക്കും ഇടയിലുള്ള എളംകുളം മെട്രോ സ്റ്റേഷന് സമീപം ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ലഹരി പിടികൂടിയത്. ഭാസ്കര കാർണവർ വധക്കേസ്. ഷെറിനെ മോചിപ്പിക്കുവാൻ സർക്കാർ ഉത്തരവിറങ്ങി. അനുമതി നൽകി ഗവർണർ. ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിനെ മോചിപ്പിക്കുവാൻ സർക്കാർ ഉത്തരവിറങ്ങി. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഷെറിൻ പരോളിലാണ്. ജനുവരിയിലെ മന്ത്രിസഭായോഗ തീരുമാനം ഗവർണർ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. സർക്കാർ ഉത്തരവ് ജയിലിലെത്തിയാൽ നടപടികൾ പൂർത്തിയാക്കി ഷെറിനെ മോചിപ്പിക്കും. കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഷെറിൻ. 2009 നവംബറിലാണ് ഷെറിൻ റിമാൻഡിലായത്. റിമാൻഡ് കാലാവധി കൂടി ശിക്ഷയായി കണക്കാക്കി 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വഴക്കിനിടെ ഭർത്താവിനെ കൊന്നു. 5 അടി താഴ്ചയിൽ കുഴിച്ചിട്ടു. ജോലിക്കായി കേരളത്തിലേക്ക് പോയെന്ന് കള്ളം. അസമിലെ ഗുവാഹത്തിയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട യുവതി അറസ്റ്റിൽ. 38-കാരിയായ റഹിമ ഖാത്തൂൺ ആണ് ഭർത്താവ് സബിയാൽ റഹ്മാനെ കൊന്ന് കുഴിച്ചിട്ടത്. ഗുവാഹത്തിയിലെ പാണ്ഡു പ്രദേശത്തെ ജോയ്മതി നഗറിൽ ജൂൺ 26-നാണ് സംഭവം നടന്നത്. ഭർത്താവ് ജോലിക്കായി കേരളത്തിലേക്ക് പോയിരിക്കുകയാണെന്നാണ് റഹിമ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ സംശയം തോന്നിയ സബിയാൽ റഹ്മാന്റെ സഹോദരൻ 12-ന് പോലീസിൽ പരാതി നൽകി. തുടർന്ന് റഹിമ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. നയം വ്യക്തമാക്കി DGPയുടെ കേരള യാത്ര. പോലീസ് മേധാവിയായി സ്ഥാനമേറ്റെടുത്ത റവാഡ ചന്ദ്രശേഖർ എല്ലാ ജില്ലകളിലും നേരിട്ടെത്തി ഓഫീസർമാരെ കാണും. രാഷ്ട്രീയ സമരങ്ങൾ ശക്തമായതോടെ സേനയെ സജ്ജമാക്കുവാൻ പോലീസ് ക്യാമ്പുകളിലും DGP എത്തുന്നുണ്ട്. കൊല്ലം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സന്ദർശനം പൂർത്തിയാക്കി. ഇന്ന് എറണാകുളം ജില്ലയിൽ യോഗം നടക്കും. ജില്ലാ പോലീസ് മേധാവിയെ കൂടാതെ DYSPമാരും ക്യാമ്പ് മേധാവികളും പങ്കെടുക്കും. പോലീസ് ആസ്ഥാനത്ത് 26-ന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുടെയും ADGPമാരുടെയും റേഞ്ച് IG, DIGമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. പുതിയ DGPയുടെ ആദ്യ യോഗമാണിത്. കളനാശിനികളിൽ പാരാക്വാറ്റ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത് 26 പേർ. 23 പേരും മരിച്ചു.
കളനാശിനികളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥമായ പാരാക്വാറ്റ് ഉള്ളിൽ ചെന്ന് 6 മാസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 26 പേരിൽ 23 പേരും മരിച്ചു. ആത്മഹത്യയ്ക്കായി ശ്രമിച്ചവരും അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നവരും കളനാശിനി പ്രയോഗത്തിനിടെ വിഷാംശം ഉള്ളിൽ ചെന്നവരും ഇതിൽ ഉൾപ്പെടും. ഇടുക്കി ജില്ലയിൽ തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുള്ളവരാണ് കൂടുതലും എത്തുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കേരളത്തിൽ ഇതിന്റെ ഉപയോഗം 2011 നിരോധിച്ചിരുന്നു. അപ്പോഴും തമിഴ്നാട്ടിൽ ഇത് സുലഭമായി ലഭിക്കുമായിരുന്നു. 2022 നിരോധനം ഹൈക്കോടതി പിൻവലിച്ചു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നതിൽ മാരക കളനാശിനിയാണ് പാരാക്വാറ്റ് അടങ്ങിയവ. 15 മില്ലി ശരീരത്തിലെത്തിയാൽ രക്ഷിക്കുക അസാധ്യമാണെന്നും വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞു. ക്യാപ്റ്റൻസിയിലും വൻ ട്വിസ്റ്റ്. സഞ്ജു സാംസൺ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വൈസ് ക്യാപ്റ്റൻ നയിക്കുവാൻ ചേട്ടൻ വരും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇത്തവണ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിനെ നയിക്കുക സാംസൺ ബ്രദേഴ്സ്. ചേട്ടൻ സലി സാംസൺ ക്യാപ്റ്റനായ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ രാജ്യാന്തര താരമായ അനുജൻ സഞ്ജു സാംസൺ. വലം കൈ പേസറായ സലി കഴിഞ്ഞ സീസണിലും കൊച്ചി ടീമിന്റെ ഭാഗമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.